Hello friends, welcome back to my channel Moto Artist. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഷോപ്പിന്റെ വീഡിയോ ആണ്. ഒരുപാടധികം വണ്ടികൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം കൊണ്ടോട്ടി മുസ്ലിയാരങ്ങാടിയാണ്. നമ്മുടെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് എന്ന് പറഞ്ഞാൽ പാലക്കാട് കോഴിക്കോട് ഹൈവേ ആണ്. ഇതിന്റെ റോഡ് സൈഡിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യേണ്ട. നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള വണ്ടി ഈ വീഡിയോയിൽ ഉണ്ടോ എന്ന് നോക്കുക. കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ടാവും, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഇതാണ് നമ്മുടെ ഷോപ്പ്. ഈ റോഡാണ് ഞാൻ പറഞ്ഞത്. ഇത് പാലക്കാട് കോഴിക്കോട് ഹൈവേ ആണ്. ഇതിൻ്റെ റോഡ് സൈഡിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഷോപ്പിൻ്റെ പേര് വരുന്ന ഡ്രൈവ് പ്രിയോണ്ട് കാർസ് എന്നാണ് കേട്ടോ. നമുക്ക് ഷോപ്പിൻ്റെ അകത്ത് പോയിട്ട് ഏതൊക്കെ വണ്ടി ഉള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു ഹോണ്ട സിവിക്ക് ഇവിടെ കാണാം. 2006 മോഡൽ വണ്ടിയാണ്. 2026 വരെ നിലവിൽ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. അത്യാവശ്യം ചെറിയ രീതിയിൽ മോഡിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പർപ്പിൾ കളറിലാണ് വണ്ടി വരുന്നത്. RCയിൽ ആഡ് ചെയ്തിട്ടുള്ള കളറാണ്. ആൻഡ് ഒരു 17 ഇഞ്ചിൻ്റെ അലോയി കാര്യങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ പണിതിട്ടുള്ളൊരു വണ്ടിയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2,75,000 രൂപയാണ്. നമുക്ക് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആക്കിയിട്ട് കൊടുക്കാം. ഒന്ന് വണ്ടി ഓവറോൾ ഒന്ന് കണ്ടോളൂ കേട്ടോ. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വർക്ക് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള വണ്ടിയാണ്. ഇതിന് പ്രൈസ് കേട്ടാലോ 2,75,000 രൂപക്ക്. ഇതുപോലുള്ള ചില മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള വണ്ടികളൊക്കെ നമ്മുടെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട്. ആൻഡ് സെക്കൻഡ് വണ്ടി എന്ന് പറഞ്ഞാൽ ചെറിയ ബഡ്ജറ്റിൽ ഇറക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രീമിയം കാറാണ്. 2013 മോഡൽ ബെൻസ് C220 ആണ്. 2013 മോഡലാണ്. നിലവിൽ 3rd ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. വണ്ടിയുടെ പ്രൈസ് വരുന്നത് വെറും 7,75,000 രൂപ മാത്രമാണ്. അതും HR രജിസ്ട്രേഷൻ ആണ്. NOC കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയിൽ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല നീറ്റും ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. പാനറമിക് സൺറൂഫ്, അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ മൈലേജും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വരുന്നൊരു വണ്ടി തന്നെയാണ്. ആൻഡ് അടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റിയുള്ള ഒരു ബെൻസാണ്. 2009 മോഡൽ മെർസിഡീസ് ബെൻസിൻ്റെ C200 ആണ്. പെട്രോൾ വണ്ടിയാണ്. 2029 വരെ നിലവിൽ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. 5 വർഷത്തേക്ക് പുതിയ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ആൻഡ് ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റ്, ലോവറിംഗ് സ്പ്രിങ്, അങ്ങനെ കുറച്ച് മോഡിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. വൈറ്റ് കളറിൽ അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. ഈ വണ്ടിയുടെ പ്രൈസ് കേട്ടല്ലോ വെറും 5,25,000 രൂപയാണ്. അതിലും നമുക്ക് പ്രൈസ് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആകാം. ഇൻറ്റീരിയറൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇൻറ്റീരിയറും അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. അങ്ങനെ വണ്ടി ഓവറോൾ നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വണ്ടിയാണ്. അടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ BMW 320i ആണ്. 2010 മോഡൽ വണ്ടിയാണ്. വളരെ ചെറിയ മെയിൻ്റെനൻസ് മാത്രം വരുന്ന BMW 3 സീരീസ് ആണ് ഈ വണ്ടി എന്ന് പറഞ്ഞാൽ. ഇതും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന, ഇൻറ്റീരിയറും അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. ഈ വണ്ടിയുടെ പ്രൈസ് വരുന്നത് വെറും 4,50,000 രൂപയാണ്. MH രജിസ്ട്രേഷനിലാണ് വണ്ടി നിലവിലുള്ളത്. NOC കാര്യങ്ങളൊക്കെ റെഡിയിൽ എടുത്ത് കൊടുക്കാൻ പറ്റും. ഏത് കസ്റ്റമറിനാണ് വേണ്ടത് അവരുടെ പേരിൽ നമുക്ക് NOC കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ല കണ്ടീഷനിലുള്ള വണ്ടിയാണ്. മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ ഷെവർലെറ്റിൻ്റെ ടവേരയാണ്. 2010 മോഡൽ 11 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. നിലവിൽ 2nd ഓണർഷിപ്പാണ് വണ്ടി ഉള്ളത്. 1,40,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വരുന്ന മോഡൽ തന്നെയാണ്. പവർ വിൻഡോ വരില്ല, സെൻട്രൽ ലോക്കും വരില്ല. ആ ഒരു ടൈപ്പിൽ വരുന്ന വണ്ടിയാണ്. ഈ വണ്ടിയുടെ പ്രൈസ് വരുന്നത് 2,15,000 രൂപയാണ്. നമുക്ക് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആക്കിയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ വണ്ടികളും നമ്മളെ കയ്യിൽ സ്റ്റോക്ക് വരാറുണ്ട്. ഇതുപോലത്തെ സ്കോർപിയോ, കോളീസ്, അങ്ങനത്തെ ഒരുപാട് വണ്ടികൾ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് വരാറുണ്ട്. ആൻഡ് ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഇത് 98 മോഡൽ മഹീന്ദ്രയുടെ MM540 ആണ്. ഒരുപാടധികം മോഡിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മഹീന്ദ്ര താറിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ആൻഡ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ ഒറ്റയടിക്ക് കണ്ടാൽ തന്നെ അറിയാം ഒരുപാടധികം മോഡിഫിക്കേഷൻസ് ഉണ്ട്. ടയർ നമ്മൾ MT ടയർ, അലോയിൽ, ബമ്പർ, ഹെഡ് ഗ്രില്ല്, സ്നോർക്കൽ, ബാർ ലൈറ്റ്സ്, അങ്ങനെ ഒരുപാടധികം മോഡിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇൻറ്റീരിയർ സൈഡിലാണെങ്കിലും നമുക്ക് സീറ്റ് മാറിയിട്ടുണ്ട്, ബക്കറ്റ് സീറ്റ് ആക്കിയിട്ടുണ്ട്, താറിൻ്റെ ഡാഷ്ബോർഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാടധികം മോഡിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടി. ഈ വണ്ടിയുടെ പ്രൈസ് വരുന്നത് നമുക്ക് വെറും 2,75,000 രൂപ കേട്ടോ. ഇജാതിയൊരു മുതൽ നിങ്ങൾക്ക് 2,75,000 രൂപയ്ക്ക് നമുക്ക് കൊണ്ടുപോകാം. 2028 വരെ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. പുതിയ ഇൻഷുറൻസ് ആണ്. അടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ടാറ്റ നാനോ ആണ്. ലോ ബഡ്ജറ്റിൽ നിങ്ങൾ ഏതെങ്കിലും വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ 2017 മോഡൽ ടാറ്റയുടെ നാനോ വെറും 88,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടി. ചെറിയ ഡിക്കി സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി തന്നെയാണ്. ഈ വണ്ടിയുടെ പ്രൈസ് വരുന്നത് 1,70,000
25,000 രൂപയാണ്. അതിലും ചെറിയ രീതിയിൽ നമുക്ക് നെഗോഷ്യബിൾ ആക്കിയിട്ട് കൊടുക്കാൻ പറ്റും. ആൻഡ് നമ്മുടെ ഷോപ്പിലെ ഒരു യുണീക്ക് കളക്ഷൻ ആയിട്ടുള്ളൊരു വണ്ടിയാണ് 2016 മോഡൽ ജിപ്സി കിങ് 1.3 ഇഞ്ചും വരുന്ന AC പവർ സ്റ്റാറിങ് 4 വീൽ ഡ്രൈവ് അതിൻ്റെ ഒരുപാടധികം കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ വരുന്നൊരു വണ്ടി തന്നെയാണ്. 2016 വണ്ടി തന്നെയാണ്. 2031 വരെ നിലവിൽ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഫിറ്റാണ്. ആൻഡ് സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി ഇപ്പോൾ ഉള്ളത്. എക്സ് മിലിറ്ററി ആയിട്ട് വരുന്ന വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണുള്ളത്. HP രജിസ്ട്രേഷനാണ്. NOC കാര്യങ്ങളൊക്കെ റെഡിയിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കേരള ആക്കിയിട്ട് വേണമെങ്കിൽ കേരള ആക്കിയിട്ടോ അല്ലെങ്കിൽ NOCയിലോ കൊടുക്കാൻ പറ്റും. അപ്പം ഈ വണ്ടിയുടെ പ്രൈസ് വരുന്നത് നമുക്ക് NOCയിൽ റേറ്റ് വരുന്നത് 5 ലക്ഷമാണ്. ചെറിയ രീതിയിൽ നമുക്ക് നെഗോഷ്യബിൾ ആക്കിയിട്ടും കൊടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. ഇൻറ്റീരിയർ സൈഡ് ഒന്ന് കാണിച്ചു തരാം. ഇൻറ്റീരിയർ ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്ക് സീറ്റ് ആണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ പണിതെടുത്തിട്ടുള്ള വണ്ടി തന്നെയാണ്. ആൻഡ് അടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ ലോ ബഡ്ജറ്റ് മോഡിഫൈഡ് വണ്ടി നോക്കുന്നവർക്ക് പറ്റിയിട്ടുള്ളൊരു വണ്ടിയാണ്. മാരുതി സുസുക്കിയുടെ സെൻ ആണ്. 2000 മോഡൽ വണ്ടിയാണ്. നല്ല അലോയിൽ അതുപോലെ ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ്, വാൽവ് ഇലക്ട്രോണിക് എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ചെറിയ ചെറിയ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. ടച്ചപ്പ് വർക്ക് ബമ്പറിലും സൈഡ് ഡോറിലൊക്കെ ചെറിയ ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. നമുക്ക് ക്ലിയർ ആക്കിയിട്ട് കൊടുക്കാം. വണ്ടിയുടെ പ്രൈസ് വരുന്നത് 78,000 രൂപയാണ് കേട്ടോ. അടുത്ത വണ്ടി എന്ന് പറഞ്ഞാലും ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റുള്ളൊരു വണ്ടിയാണ് അൾട്ടോ. 2007 മോഡൽ അൾട്ടോ ആണ്. LXI ആണ്. AC പവർ സ്റ്റാറിംഗ് ഒക്കെ വരുന്ന വണ്ടി. അതിൽ തന്നെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 2027 വരെ നല്ല പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇൻറ്റീരിയർ ആണെങ്കിലും സ്റ്റോക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. ഈ വണ്ടിയുടെ പ്രൈസ് വരുന്നത് നമുക്ക് വെറും 78,000 രൂപയാണ് കേട്ടോ. 2007 മോഡൽ LXI അൾട്ടോ. ആൻഡ് അടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ വാഗനാർ 2013-14 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. വെറും 1,14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഈ വണ്ടിയുടെ പ്രൈസ് വരുന്നത് 2,65,000 രൂപയാണ്. അടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് 2016 മോഡൽ സ്വിഫ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ഫുൾ ഷോറൂം സർവീസോട് കൂടിയിട്ടുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഈ വണ്ടിയുടെ പ്രൈസ് വരുന്നത് 4,50,000 രൂപയാണ്. ഇൻറ്റീരിയർ കണ്ടല്ലോ, അത്യാവശ്യം നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല നീറ്റാക്കിയിട്ട് യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. അത്യാവശ്യം ചെറിയ കിലോമീറ്റർ കുറച്ച് ഓടിയിട്ടുണ്ട്. എന്നാലും വണ്ടി വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ. ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്കൊരു ഓട്ടോമാറ്റിക് വണ്ടി വരുന്നുണ്ട്. 2010 മോഡൽ വെർണയാണ്. ഓട്ടോമാറ്റിക്കാണ്. ഡീസൽ ഓട്ടോമാറ്റിക്കാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, അലോയിൽ, അങ്ങനെ എല്ലാ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. വണ്ടിയുടെ റേറ്റ് വരുന്നത് 1,75,000 രൂപ മാത്രമാണ്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. ചെറിയ ബഡ്ജറ്റിലൊക്കെ ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നവർക്ക് നോക്കാൻ പറ്റിയുള്ളൊരു വണ്ടിയാണ്. അടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ 2011 മോഡൽ റിഡ്സ് ആണ്. ഒരു ആഫ്റ്റർ മാർക്കറ്റ് അലോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. VDI ആണ് ഓപ്ഷൻ വരുന്നത്. അത്യാവശ്യം നല്ല ഒരു നീറ്റ് ആൻഡ് കണ്ടീഷനിലുള്ള വണ്ടിയാണ്. ഈ വണ്ടിയുടെ ആകെ ഒരു നെഗറ്റീവ് പറയാനുള്ളത്, ഇത് 6ാമത്തെ ഓണർഷിപ്പ് ആയിട്ടുണ്ട്. ആ ഒരു നെഗറ്റീവിലാണ് ഉള്ളത്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. മെക്കാനിക്കൽ കാര്യങ്ങളൊക്കെ ഫുള്ള് ഫിറ്റാണ് കേട്ടോ. ആൻഡ് അടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഷെവർലേറ്റിൻ്റെ സെയിലാണ്. സെയിൽ വരുന്നത് 2013 മോഡൽ വണ്ടി. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഡീസൽ വണ്ടിയാണ്. നിലവിൽ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓണർഷിപ്പ് വരുന്നത് 3rd ഓണർഷിപ്പാണ്. 87,000 കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. ഓവറോൾ ബോഡി കാര്യങ്ങളൊന്നും വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടിയുടെ പ്രൈസ് വരുന്നത് 1,90,000 രൂപയാണ്. അടുത്ത് നമ്മളെ പോളോ ആണ്. 2012 മോഡൽ പോളോ. കംഫർട്ട് ലൈനാണ് ഓപ്ഷൻ വരുന്നത്. ആഫ്റ്റർ മാർക്കറ്റ് അലോയിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. മേജർ റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഈ വണ്ടിയുടെ പ്രൈസ് വരുന്നത് 2,80,000 രൂപയാണ്. അതിലും നമുക്ക് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആക്കിയിട്ട് കൊടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള വണ്ടി തന്നെയാണ് കേട്ടോ. ആൻഡ് അടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ 2012 മോഡൽ ടാറ്റയുടെ ഇൻഡിക്ക വിസ്റ്റയാണ്. ഡീസൽ വണ്ടിയാണ്. ക്വാഡ്രാറ്റിക് എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജും സ്വിഫ്റ്റിൻ്റെ ആ ഒരു പവർ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വണ്ടി തന്നെയാണ്. 2 ഡോർ പവർ വിൻഡോ, അതുപോലെ തന്നെ AC പവർ സ്റ്റാറിങ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. 1,50,000 രൂപയാണ് ഈ വണ്ടിയുടെ പ്രൈസ് വരുന്നത്. ആൻഡ് ഇത്രയൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള കുറച്ച് വണ്ടികൾ എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് ലോ ബഡ്ജറ്റിൽ ഇറക്കാൻ പറ്റില്ല 2006 മോഡൽ അൾട്ടോ ഉണ്ട്. അൾട്ടോ LXI ആണ്. 2006 മോഡൽ. ഈ വണ്ടിയുടെ പ്രൈസ് വരുന്നത് വെറും 60,000 രൂപയാണ്. 60,000 രൂപയ്ക്ക് നമുക്ക് 2006 മോഡൽ അൾട്ടോ കൊടുക്കാൻ പറ്റും. ആൻഡ് ഇവിടെ വരുന്നത് 2014 മോഡൽ ഡസ്റ്ററാണ്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. 2014 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വണ്ടി. 1,60,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 85 എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് കേട്ടോ. മൈലേജിൻ്റെ കാര്യമാണെങ്കിലും ഒരു 20 കിലോമീറ്ററിൻ്റെ അടുത്ത് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ല നീറ്റായിട്ടുള്ള വണ്ടി. ഒരു ആഫ്റ്റർ മാർക്കറ്റ് അലോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ പ്രൈസ് വരുന്നത് വെറും 3,50,000 രൂപയാണ് കേട്ടോ.
നമുക്ക് പിന്നെ ഇതൊന്നിലൊന്നും കാണാത്ത 2019 മോഡൽ വാഗനാർ ഉണ്ട്. 2019 മോഡൽ വാഗനാർ സെക്കൻഡ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഒരു 80,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. മേജർ റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ളൊരു വണ്ടി. ഈ വണ്ടി മാനുവൽ വണ്ടിയാണ്. LXi ആണ് ഓപ്ഷൻ വരുന്നത്. ഈ വണ്ടിയുടെ പ്രൈസ് വരുന്നത് നമുക്ക് 5,10,000 രൂപ. ഈ വണ്ടികളൊക്കെയാണ് നിലവിൽ നമ്മുടെ ഷോപ്പിൽ സ്റ്റോക്ക് ആയിട്ടുള്ളത്. ഒരുപാടധികം വണ്ടികൾ ഇനിയും വരാനുണ്ട്. അപ്പോൾ ലോ ബഡ്ജറ്റിൽ വണ്ടികൾ നോക്കുന്നവർക്കും അല്ലെങ്കിൽ ലോ ബഡ്ജറ്റിൽ പ്രീമിയം വണ്ടി നോക്കുന്നവർക്കും അല്ലെങ്കിൽ മോഡിഫൈഡ് ചെയ്തിട്ടുള്ള വണ്ടികൾ നോക്കുന്നവർക്കും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒരുപാടധികം മോഡിഫൈഡ് ചെയ്ത വണ്ടികളും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരാറുണ്ട്. അതിൻ്റെ എല്ലാം വീഡിയോ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ പോയിട്ടല്ലോ മലപ്പുറം കൊണ്ടോട്ടി മുസ്ലിയാരങ്ങാടിയാണ് സ്ഥലം വരുന്നത്. അപ്പം ഇതോടെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.